എത്ര ഹൈപ്പ് വേണമെങ്കിലും കൊടുത്തോ, നിങ്ങൾ എത്ര ഹൈപ്പിൽ വേണമെങ്കിൽ വന്നോ, അതിന്റെ ഒരു പടി മേലെ പണം തരും. ഇന്റർനാഷണൽ ലെവലോ നാഷണൽ ലെവലോ ഏത് പടമാണെങ്കിലും ഇതിൽ കൂടുതലൊന്നും ഈ ചെയ്യാല്ല അവർക്ക്. അത്രയും അടിപൊളി പടം. ഓസ്കാറോ അതൊന്നും നമുക്കിപ്പോ പറയാൻ അറിയില്ല. അതിന് സാർ പറഞ്ഞ പോലെ കുറെ പൈസയുടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൽ കൂടുതലൊന്നും ഒരു ആക്ടറിനെ കൊണ്ട് മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ പടം ഇല്ല. ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. പൃഥ്വി സാർ പറഞ്ഞ പോലെ തന്നെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ തന്നെ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. സൂപ്പർ പടം. കൊള്ളായിരുന്നു. നല്ല സിനിമ. ഫസ്റ്റ് ഹാഫ് കുഡ് ഹാവ് ബീൻ ബെറ്റർ, പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ്. സൂപ്പർ പടം. അടിപൊളി പടമായിരുന്നു. കൊള്ളാം നല്ല പടം. എന്തോ അടിപൊളി പടമാണ്, എല്ലാരും വന്ന് കാണണം. നമ്മൾ ഹൈപ്പിനനുസരിച്ച് തന്നെ ഉണ്ട്. പൃഥ്വിരാജിന്റെ അഭിനയം എല്ലാ സീനായിരുന്നു, നല്ലായിരുന്നു. സൂപ്പർ കൊള്ളാം, അടിപൊളി. നന്നായിട്ടുണ്ട്. മനോഹരം. അടിപൊളി പടമായിരുന്നു. വാട്ടെ മൂവി എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരു ഓസ്കാർ അല്ലെങ്കിൽ നാഷണൽ ഫിലിം എന്തെങ്കിലും അവാർഡ് ഉറപ്പാണ്. നമുക്ക് ആ ബെന്യാമിന്റെ ആടുജീവിതം ബുക്കിന് തന്നെ ലൈക്ക് ഒരു ജസ്റ്റ് ചെയ്യും പോലത്തെ മൂവിയായിരുന്നു. എവ്രിതിങ് ലൈക്ക് എല്ലാ കാര്യവും, അതിന്റെ സിനിമാറ്റോഗ്രാഫി ആയാലും ആക്ടിങ് ആയാലും എല്ലാം. ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ്, എവ്രിവൺ. താങ്ക് യു. സിനിമ അടിപൊളി സിനിമ. കാരണം അതേപോലെ അത്രയ്ക്ക് ഇമോഷണൽ ടച്ച് ആയി. കാരണം നോവല് വായിച്ചതിന്റെ അതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു സിനിമാറ്റിക് നറേഷൻ തന്നെയാണ്. കാരണം 16 വർഷം ബ്ലസ്സി എടുത്ത എഫേർട്ട് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. കാരണം അത്രയും ഗംഭീരമായിട്ട് പടം വിഷ്വലി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ടെക്നിക്കൽ സൈഡ്, സ്റ്റോറി നമുക്കറിയാം സ്റ്റോറി എന്താണെന്ന് അറിയാം, പക്ഷെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ്, എസ്പെഷ്യലി പൃഥ്വിരാജിനെ കുറിച്ച് നമുക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നും. സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ഇന്റർനാഷണൽ അവാർഡ്, ഈവൻ അക്കാഡമിയുടെ വേദിയിൽ പോലും മലയാള സിനിമ എത്തിക്കാൻ നമുക്ക് അത്ഭുതപ്പെടാനില്ല. മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു കൾട്ട് ക്ലാസിക്കൽ എവർഗ്രീൻ ഐറ്റം. പൃഥ്വിരാജ് ഒരു അടിപൊളിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. ഞാൻ ബ്ലസ്സിയുടെ അടിപൊളി വിഷ്വൽസ് ഒക്കെയാണ് കണ്ട് അടിപൊളി പടം തന്നെ. തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ഇൻസിസ്റ്റ് ചെയ്യും. നല്ല അഭിനയം. പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ്. ഒന്നും പറയില്ല, മലയാള സിനിമയിൽ ഇതുപോലൊരു ഫിലിം വന്നിട്ടില്ല എന്ന് 100% എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്ലസ്സി സാറിന്റെയും AR റഹ്മാൻ സാറ് എല്ലാവരുടെയും നല്ലൊരു എഫോർട്ടാണ്. ഒരു രക്ഷയില്ല. കാരണം നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം. കാരണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം നോവലിനോട് 100% നീതി കൊടുത്തിട്ടുണ്ട്. നോവൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒരു നോവലില് അതുപോലെ തന്നെ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. ബെസ്റ്റ് മൂവി. കൊള്ളാം. സെക്കൻഡ് ഹാഫ് നല്ലോണം എൻഗേജ് ചെയ്യാൻ നല്ല പടം വരുന്നത്. നല്ല ഇമോഷണലി ഇതാണ് പടം വരുന്നത്. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് തന്നെയാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ്. നന്നായിട്ടുണ്ട്. അതിൽ ഓവറോൾ കൊള്ളാം. നല്ല അഭിനയം, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ബ്രില്യൻ പെർഫോമൻസ് ഒക്കെ കൊള്ളായിരുന്നു. റിവ്യൂ പറയാറുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ലേ, നല്ല പടം. പടം കിട്ടില്ല. പൃഥ്വിരാജ് ജീവിച്ച് കാണിക്കായിരുന്നു. ബ്ലസ്ലിയുടെ ഒരു സീൻ നല്ല പടം തന്നെ, ഒന്നും പറയാനില്ല. കിട്ടില്ല. ഫുൾ പൃഥ്വിരാജ് ഫുള്ള് നിറഞ്ഞു നിൽക്കും. നല്ല പടമായിരുന്നു. പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമാറ്റോഗ്രാഫി ഒക്കെ കൊള്ളായിരുന്നു. പൃഥ്വിരാജും കൊള്ളാം. നല്ല ആക്ടിങ് ആണ്. കുഴപ്പമില്ല. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും അല്ലാതെ വന്നാലും ഒരു ആർട്ടിസ്റ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പടമായിരുന്നു. എടുത്തു പറയാനായിട്ടുള്ള ആ ഡെഡിക്കേഷൻ മുഴുവൻ കാണാൻ പറ്റുന്നുണ്ട് ആ പടത്തിൽ. ബ്ലസ്സിയുടെ പൃഥ്വിരാജിന്റെ അഭിനയമൊക്കെ രക്ഷയില്ല. ഒരു ഹാർട്ട് ഫീലിംഗ്. സൂപ്പർ, ഒന്നും പറയാനില്ല. എല്ലാരും കാണണം സിനിമ. വളരെ നല്ല സൂപ്പർ പടം. പൃഥ്വിരാജിന്റെ ഒരു നല്ല സിനിമ തന്നെ എന്ന് പറയാം. സൂപ്പർ. ഒറിജിനൽ ഒരാളാണ് ഇതുപോലെ ഇത് ചെയ്യുന്നപ്പോ നല്ല. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. നല്ല ഫിലിമായിരുന്നു. ഇഷ്ടപ്പെട്ടത് നമ്മുടെ
പൊതുവെ അവരുടെ അഭിനയമൊക്കെ നല്ലതായിരുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവാർഡ് കിട്ടുന്നതാണ് തോന്നുന്നത്. അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിൻ്റെ നടിപ്പൊക്കെ നല്ല കൊള്ളാം. അവാർഡ് കിട്ടണം. അത്രയ്ക്ക് സക്സസ്ഫുൾ ആയിട്ട് നല്ല ഫിലിമാണ്. നല്ല കിടിലം പടമായിരുന്നു. എന്താ പറയാ, പൃഥ്വിരാജിന്റെ ഒരു ഡെഡിക്കേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ബ്ലസീർ മേക്കിങ്ങും പിന്നെ കഥയൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്, ഇതൊക്കെ വായിച്ചിട്ടുള്ളത്. പക്ഷെ ഓരോ ഷോട്ടും ഭയങ്കര എന്താ പറയുക, നമുക്കൊരു അടിപൊളിയാണ്. ഒന്നുമില്ല, ഇനി ബാക്കിയില്ല പറയാൻ വേണ്ടി. നല്ല പടമായിരുന്നു.